ഇവിടെ പ്രസംഗിച്ച മൗലവി ഒന്ന് സിയാഉർ റഹ്മാൻ എന്ന് പറയുന്നൊരു മൗലവി, നക്കിനിക്കിൽ പ്രസംഗിച്ച ഒരാള്. സുന്നികൾ മാത്രം താമസിക്കുന്ന നാടുകളിൽ പോയി ഈ വഹാബിസത്തിന്റെ ഫിത്നയുണ്ടാക്കുന്ന വഹാബികൾ, ആ മൗലവി പറയുന്നു എല്ലാ സ്ഥലത്തും ഫിത്ന ഉണ്ടാവണം. റോട്ടിലും പള്ളിയിലും വീട്ടിലും എല്ലായിടത്തും ഈ ഫിത്ന ഉണ്ടാവണം. അയാൾ ആദ്യം ഒന്ന് പറയുന്ന കേട്ടോളി. റോഡായ റോഡിൽ ഇതിനെ ചർച്ച നടക്കണം, പള്ളിയായ പള്ളിയിൽ ഇതിനെ ചർച്ച നടക്കണം. ലോകത്ത് എവിടെല്ലാം അള്ളാഹുര ഭൂമിയുണ്ട് അവിടെല്ലാം ഇതിനെ ചർച്ച നടക്കണം. എന്തിനാ ചർച്ച? ഈ ഫിത്ന. ഇയാളെ ഈ ഫിത്ന ഉണ്ടല്ലേ, റോട്ടിലും ഈ ഫിത്ന നടക്കണോ, ഭൂമിയായ ഭൂമിയിലും ഫിത്ന നടക്കണോ? ഇങ്ങനെ ഫിത്നത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾമാർ, സുബ്ഹാനല്ലാഹ്, ഐക്യത്തിലും സമാധാനത്തിലും ഒഗട്ടിലും ജീവിക്കുന്ന ആൾമാരുടെ ഇടയിൽ വന്നിട്ട് ഈ റായത്തെ എല്ലാ ആൾമാരും കാഫിറും മുശ്രിക്കായി തിക്കിടാറ് ചൊന്നിട്ടു ഈ ഫിത്നത്തിക്ക് തീ കൊടുക്കറേ ഒരു ടീം ചൊന്നിട്ട് നിങ്ങൾക്ക് അർത്ഥായിട്ടില്ലേ? രണ്ടാമതയാൾ ചൊല്ലു, മലയാളം അർത്ഥാന്നില്ലേ? അർത്ഥാവല്ലേ? എനിക്ക് നക്കിനിക്കൽ അത്ര കറക്റ്റ് ആകുന്നില്ല. ഹക്കീം അസ്ഹരി ഉസ്താദ്, ഹക്കീം അസ്ഹരി ഉസ്താദ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മകൻ. എ പി ഉസ്താദിന്റെ മകനിക്ക് തൗഹീദ് അറിഞ്ഞിട്ടില്ല പോലും. ധാരാളം പഠിച്ചിട്ടുണ്ട്, പക്ഷെ തൗഹീദ് മനസ്സിലായിട്ടില്ല. കാരണം തൗഹീദ് മനസ്സിലായ ആളുകൾ ഇവർ മാത്രമാണ്. തൗഹീദ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ മകൻ എ പി അസ്ഹരിക്ക്, എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഞങ്ങളെ റായത്തില് ഈ റീസെന്റ്ലി പിന്നെ ഈ മർക്കസ് എ പി വിഭാഗത്തോ മർക്കസ്ರೋ വലിയൊരു അങ്ങനെ ಕ್ಯಾಂಪಸ್ ಐತಿ. ಆ ಕ್ಯಾಂಪಸ್ರೋ ಅದ್ರೋ പിന്നെ ಎಂದ್ರೋ അങ്ങനെ ഡയറക്ടർ ಐತಿಕ್ರಿ ഇവ പിന്നെ എ പി ഉസ്താദ്ര മോനു ഹക്കീം അസ്ഹരി. അയാൾ ചെൽറോ ഞങ്ങളെ ഈ ക്യാമ്പസ് ഇത് ഞങ്ങൾ ബദറിങ്ങളെ വിളിച്ചിട്ട് ദ്വാർന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൈത്തിക്രി. വല്ല ഷെയ്ഖുനമാരുടെ ഷെയ്ഖുന ഐത്തിക്ര. അയാൾ അസ്ഹരി ഐത്തിക്കർ. ദീൻ പഠിച്ചിർ, നല്ല ദീൻ പഠിച്ചിർ. മാഷാ അല്ലാഹ്. മാത്ര നന്ദിയുണ്ട്. ദീന് പഠിച്ചെന്ന് പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ. തൗഹീദ് ചൊന്ത അയാൾക്ക് പിടുത്ത കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങക്ക് എന്തിരണ്ട് അർത്ഥായിട്ടില്ല. തൗഹീദ് എന്തിരണ്ട് നിങ്ങക്കേ അർത്ഥായിട്ടില്ല. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം ചൊന്തുള്ളത് ആ വ്യക്തിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ആ മനസ്സിലായ നിങ്ങ ഒരു 10 പോണഞ്ച് പാർട്ടിയാ എന്തോ, നിങ്ങ 10 പോന്നിട്ട് പാർട്ടി ആയിടാറല്ലേ ഇപ്പൊ തൗഹീദ് മനസ്സിലായിട്ട്. ഓരോരുത്തർക്കും ഓരോരു തൗഹീദല്ലേ. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ കേട്ടെ. മൂന്നാമത് അയാൾ ചൊല്ലു ഇവിടെ ദുർവ്യാഖ്യാനാക്കിയ ഒരു വിഷയം എന്താണ്? അദ്ദേഹം ഇവിടെ കാര്യമായി ദുർവ്യാഖ്യാനം നടത്തിയത് ദുആഇനെ സംബന്ധിച്ചാണ്, പ്രാർത്ഥനയെ സംബന്ധിച്ച്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സുന്നികൾ, മക്ക മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് പോലെ സുന്നികൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളും ഈ സുന്നികളും ഒരുപോലെയാണ്. ഇതാണ് ഈ മൗലവിമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ദുആ? അതിന്റെ നിർവചനം ഈ മൗലവിമാർ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മൗലവിമാരോട് വെല്ലുവിളിക്കുകയാണ്. ദുആഇന്റെ നിർവചനം പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചക്ക് നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ?
എന്താണ് ദുആ? ഇസ്ലാം പഠിപ്പിക്കുന്ന ദുആഇന്റെ സാങ്കേതികമായ അർത്ഥം എന്താണ്? അതൊന്ന് വിശദീകരിക്കാൻ കഴിയോ നിങ്ങൾക്ക്? എന്താണ് ദുആ? അയാളൊന്ന് ആദ്യം പറയട്ടെ. ലോകത്തിൽ എല്ലാത്തെ കാട്ടി യാറെ ചർച്ച നടക്കുന്നതായ ഒരു വിഷയത്തിക്ക് ദുആ അല്ലാഹുരൊട്ടിಗೆ മാത്രമേ ദുആർക്കമ, അല്ലാഹു അല്ലാത്തങ്ങളൊട്ടിಗೆ ദുആർക്കമ. എല്ലാ മുസ്ലിം ഉമ്മത്ത് ഒരടിക്ക് ജവാബ് ചെല്ലറോ അല്ലാഹുരൊട്ടിಗೆ ദുആർക്കണു, അല്ലാഹുവിന്റെ ഒട്ടിಗೆ ദ്വാരക്കണോ? അതിൽ ആർക്കാ തർക്കമുള്ളത്? പക്ഷേ എന്താണ് ദുആ? പ്രാർത്ഥന എന്ന് ഇസ്ലാമിൽ പറയുന്നത് ഏതിനാണ്? സാങ്കേതികമായ അർത്ഥത്തിലുള്ള പ്രാർത്ഥന ഏതാണ്? സഹായാഭ്യർത്ഥനകളൊക്കെ പ്രാർത്ഥനയാണോ? ഒരിക്കലുമല്ല. ആരൊട്ടി കേൾക്കണു? അല്ലാഹുരൊട്ടിಗೆ കേൾക്കണു. ഞങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താവട്ടൊന്നായി പോയിട്ടുണ്ടെങ്കിൽ ആരൊട്ടിಗೆ ചെല്ലണു? അല്ലാഹുരൊട്ടിಗೆ ചെല്ലണു. ഞങ്ങൾ ഉണ്ടാക്കിയവനാറ് അല്ലാഹു. ഇങ്ങനെ ഏത് കേട്ടെങ്കും അല്ലാഹുരൊട്ടിಗೆ തിക്കിരിച്ചൊന്ന് ചൊല്ലാ. ഞങ്ങൾ ഈ രായത്തിലുള്ള പ്രതി ഓരോരുത്തരൊട്ടികം ചെല്ലോ അല്ലാഹു അല്ലാത്ത ഏതാവട്ടൊരു പടപ്പുറൊട്ടിಗೆ ഞങ്ങൾ ദുആർക്കറാണ്ട് കണ്ടെങ്കിൽ അത് ശിർക്കൈത്തിക്കറ്. ആ ശിർക്കാക്കുന്ന ആള് അയാള് മുശ്രിക്കൈത്തിക്കറ്. ഇസ്ലാം പടിപ്പാട്ടി തണ്ടോ ഒരാള് മുശ്രിക്കായാൻ കണ്ടെങ്കിൽ അവന് ഇസ്ലാമിൽ നിന്നും പുറത്തു പോണ്ട ചൊന്തുള്ളത് കണ്ടല്ലോ നിങ്ങള്. പ്രാർത്ഥന ദുആ എന്ന പദപ്രയോഗിക്കുന്നു എന്നല്ലാതെ ഈ മൗലവിമാർ എന്താണ് പ്രാർത്ഥന എന്ന് വിശദീകരിക്കുന്നില്ല. ദുആ എന്താണ്? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ദുആ ഏതാണ്? ശിർക്കാകുന്ന ദുആ ഏതാണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ. ഈ മൗലവിമാരെ തൊള്ളപടായി അല്ല ഇസ്ലാമിൽ തെളിവ്. ഈ ബായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല തെളിവ്. മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ അവർ കിതാബുകളിൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീന്. ഇമാം റാസി പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. തഫ്സീർ റാസി ലോകത്ത് അറിയപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമാണ്. ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ദുആഇന്റെ നിർവചനം, പ്രാർത്ഥനയുടെ നിർവചനം ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. കേട്ടോളൂ നിങ്ങൾ. وحقيقة الدعاء استدعاء العبد ربه جل جلاله العناية واستمداده إياه المعونة. ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന്റെ 5-ാം വാള്യം 105-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ പ്രാർത്ഥന ദുആ എന്ന് പറഞ്ഞാൽ ഒരു അടിമ തന്റെ റബ്ബിനോട് ചോദിക്കുന്ന തേടുന്ന അർത്ഥനക്കാണ് ഇസ്ലാമിന്റെ സാങ്കേതികാർത്ഥത്തിൽ പ്രാർത്ഥനയ അല്ലെങ്കിൽ ദുആ എന്ന് പറയുന്നത്. അതായത് ഈ ചോദിക്കുന്ന ആള്, സഹായം ചോദിക്കുന്ന ഈ ആള് ആരോടാണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നവൻ എൻ്റെ റബ്ബാണ്, എൻ്റെ ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടെ ഞാൻ ആ റബ്ബിന്റെ അടിമയാണ്, ഞാൻ അവന്റെ അടിമയാണ്, ദാസനാണ്, അവൻ എൻ്റെ റബ്ബാണ് എന്ന വിശ്വാസത്തോടുകൂടി ചോദിക്കുന്ന ആ തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് ഇസ്ലാമിൽ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, അതിനാണ് ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങൾ മറന്നിട്ട് വല്ല തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയാൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് അല്ലാഹ്
എന്നൊരു വാക്കുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് ദുആയാണ്, അത് ഇബാദത്താണ്. എന്നാൽ അതേ ഖുർആനിൽ കാണാം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നിട്ട് ചെയ്തത് കൊണ്ട് എന്നെ ശിക്ഷിക്കല്ലേ. രണ്ടും വാക്ക് ഒന്നിനെ. ഞാൻ മറന്നിട്ട് ചെയ്ത കാര്യം, അതിന്റെ കാരണം കൊണ്ട് ഖളർ അവറുകളെ എന്നെ നിങ്ങൾ ശിക്ഷിക്കരുതേ. ഇപ്പൊ മൂസാ നബി ഖളർ നബിയോട് ദുആയിരുന്നോ? മൂസാ നബി ഖളറിനോട് പ്രാർത്ഥിച്ചോ? മൂസാ നബി കാഫിറായോ? ഇല്ല. എന്തുകൊണ്ട്? ലാ തുആഖിദ്നി ബിമാ നസീതു എന്ന് മൂസാ നബി ഖളറിനോട് പറയുമ്പോ അവിടുത്തെ വിശ്വാസം എന്താ? ഖളർ എന്റെ റബ്ബാണ് എന്നാണോ? അല്ല. ഞാൻ ഖളറിന്റെ അടിമയാണ് എന്നാണോ? അല്ല. ഖളർ ഞാനും രണ്ടാളും അല്ലാഹുവിന്റെ അടിമകളാണ്, ഞങ്ങളിൽ ഒരാളും ദൈവമല്ല. ആ വിശ്വാസത്തിൽ ചോദിക്കുമ്പോ അത് പ്രാർത്ഥനയോ ദുആയോ ആകുന്നില്ല. അതേ സമയത്ത് ലാ തുആഖിദ്നാ ഇൻ നസീനാ അല്ലാഹുവിനോട് പറയുമ്പോൾ അത് പ്രാർത്ഥനയും ദുആയുമാണ്. എന്തേ കാരണം? ഈ ചോദിക്കുന്നവൻ അല്ലാഹു ആരോടാണോ ചോദിക്കുന്നത്, അല്ലാഹുവിനെ പറ്റി എന്റെ റബ്ബാണ്, എന്റെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആ റബ്ബും ഇലാഹുമായ അല്ലാഹുവിന്റെ അടിമയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയും ദുആയുമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോ യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുമ്പോ അവിടെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ റബ്ബാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ വിളിക്കുന്ന നമ്മൾ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ അടിമകളാണെന്നും വിശ്വസിക്കുന്നില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടിമയും അവന്റെ സൃഷ്ടിയുമാണ്, വലിയാണ്. ഞങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള തേട്ടം അത് ശിർക്കാകുന്നില്ല, അത് ദുആയുമാകുന്നില്ല, അത് പ്രാർത്ഥനയുമാകുന്നില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരാളും ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇതാണ് വ്യത്യാസം. അപ്പോ ഈ പ്രാർത്ഥനന്റെ നിർവചനം പറയാതെ സൗണ്ട് പോരാ. പ്രാർത്ഥനയുടെ നിർവചനം പറയാതെ സുന്നികൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു, അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്ന നിലക്ക് പച്ചയായ കളവ് പറഞ്ഞിട്ടല്ലേ ഈ ബജിപ്പയിൽ നിന്ന് ഈ രണ്ട് മൗലൈമാറും തടി സലാമത്താക്കിയത്. ഈ നിർവചനം ഇമാം റാസി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാം നൈസാബൂരി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗറായിബിൽ ഖുർആൻ വറഗായിബിൽ ഫുർഖാൻ എന്ന ഗ്രന്ഥത്തിന്റെ അതിന്റെ 1-ാം വാള്യം 507-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശഅ്നുദ് ദുആ എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് മഹാന്മാർ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം. ഇമാം അബ്ദുർ റഊഫുൽ മുനാവി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഇമാമിങ്ങൾ ദുആഇന്റെ നിർവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മൂടി വെച്ച് എന്താണ് പ്രാർത്ഥന എന്ന് വിശദീകരിക്കാതെ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മൗലവിമാര് കിട്ടിയാൽ ചോദിക്കണം, എന്താണ് ദുആഇന്റെ നിർവചനം? അതിന്റെ താരീഫ് പറയും, അതിന്റെ ഡെഫിനിഷൻ പറയും. നിങ്ങളെ മൗലവിമാരുണ്ടാക്കിയത് വേണ്ട, അത് നിങ്ങൾ കീശയിലിട്ടോ. നിങ്ങളെ മൗലവിമാർ ക്രിയേറ്റ് ചെയ്ത കുറെ നിങ്ങളെ ഉണ്ടാക്കിയ നിർവചനങ്ങൾ ഉണ്ടാകാം, അതൊക്കെ നിങ്ങളെ കീശയിലിട്ട് നടന്നോ. അത് സുന്നികൾക്കും ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ട. മഹാന്മാരായ അയിമ്മത്ത് പഠിപ്പിച്ച ഡെഫിനിഷൻ പറ. ഞാൻ 2016 മൈക്കാളത്ത് നടന്ന സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദുആഇന്റെ നിർവചനം പറയ്, പ്രാർത്ഥനയുടെ നിർവചനം പറയ്. ഇന്നേ വരെ 2016 ആയിട്ടും അതിന്റെ ശേഷം 9 കൊല്ലം കഴിഞ്ഞു, ഇന്ന് വരെ ഒരു വഹാബി നിർവചനം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. മുന്നോട്ട് വന്നാൽ അവരെ പീസൂരുമെന്ന് അവർക്കറിയാം. ആളുകളെ വിശ്വാസം ഉണ്ടാക്കുക, മുഹയ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന് വരുത്തി തീർക്കുക, അതിനെ ദുആയി മാറ്റുക, എന്നിട്ട് ദുആ അല്ലാഹുവിനോട് മാത്രം എന്ന് പറയുക. ഇങ്ങനെ ആടിനെ പട്ടിയാക്കി
പട്ടിനെ വെപ്പട്ടിയാക്കി അതിനെ അടിച്ചു കൊല്ലുന്ന ഏർപ്പാടാണ് വഹാബിമാർ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന് മൗലവിമാര് കണ്ടാൽ അവരോട് നിങ്ങൾ ചോദിക്കണം. നിർവചനം പറയും, അതിന്റെ താരീഫ് പറയും, അതിന്റെ ഡെഫിനിഷൻ പറ. ഏത് കിതാബിലാണ് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന ഈ വഹാബികൾ പറയുന്ന നിർവചനം ഏത് ഇമാമിന്റെ കിതാബിലാണുള്ളത്? അതും ചോദിക്കണം. അപ്പൊ ഇരിക്കട്ടെ, ഇനി അടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹത്തെ പഠിച്ച സൂറത്തുൽ നാസ് തോന്നുല്ലേ എത്ര ഖുർആനിൽ 114 സൂറത്തിൽ 6000 ചില്ലറ ഉള്ള ആയത്തിൽ ഏതാ ഒട്ടൊരു ആയത്തിൽ അല്ലാഹു അല്ലാത്തകളെ വിളിച്ചിട്ട് ദുആർക്കു ചൊന്നതുണ്ടാ? ഇല്ലല്ലേ? സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ നിന്ന് 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് ഏത് ആയത്തിലാണ് അതിന് തെളിവുള്ളത് എന്നല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുന്നു. ഈ ചോദ്യത്തിന് നിങ്ങളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുന്നു. അടുത്ത പറ മറുപടി നീ എന്നെ പറയും. അല്ലാഹു അല്ലാത്തങ്ങളുടെ ദ്വാരക്കാ ചൊന്തനങ്ങ ചൊല്ലില്ല, പിന്നെ അത് സഹായിക്കേക്കാ ഖുർആനിൽ ಅದಕ್ಕೆ തെളിവുണ്ടോ? എന്തൊരു തെളിവുണ്ടോ? അല്ലാഹു അല്ലാത്തെ നബിമാരും അതേപോലെ ശുഹദാക്കന്മാരും സാലിഹീനുകളെ വിളിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമുന അസ്സലാഹ വയുതൂന അസ്സകാഹ ചൊന്തുല്ല ആയത്തെ തിക്രി ഫസ്റ്റ് ഓതിയോ. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിശ്ചയമായിട്ടും നിങ്ങളെ രക്ഷാധികാരി അല്ലാഹു ആയിരിക്കുന്നു. അങ്ങനെ വരട്ടെ, നിങ്ങളെ രക്ഷാധികാരി അല്ലാഹു ആയിരിക്കുന്നു. അടുത്തത് പറ. അവന്റെ റസൂലുമാകുന്നു നിങ്ങളെ രക്ഷാധികാരി. അല്ലാഹു റസൂൽ ആയിരിക്കുന്നു. അതെ, കറക്റ്റ്. വല്ലദീന ആമനു, അതെ, മുഅ്മിനീങ്ങളായ ആളുകളും നിങ്ങളെ രക്ഷാധികാരികളാണ്. പറയ്. മുഅ്മിനീത്തുൽ ആൽമാറും ആയിരിക്കുന്നു. അതെ, മുഅ്മിനീങ്ങളും രക്ഷാധികാരികളാണ്. അല്ലാഹും അവന്റെ റസൂലും അവന്റെ നല്ലവരായ മുഅ്മിനീങ്ങളും രക്ഷാധികാരികളാകുന്നു. അതുകൊണ്ടാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. കാരണം വല്ലദീന ആമനു എന്നതിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പെട്ടുപോയിട്ടുണ്ട്. ബദരീങ്ങളോട് സഹായം ചോദിക്കുന്നു. എന്തുകൊണ്ട്? വല്ലദീന ആമനു എന്നതിൽ ബദരീങ്ങളും പെട്ടു. അതുകൊണ്ട് തന്നെ അല്ലാഹും അവന്റെ റസൂലും അതുപോലെ മുഅ്മിനീങ്ങളും രക്ഷാധികാരികളാകുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മറുപടി. അല്ലദീന യുഖീമുന അസ്സലാ വയുതൂന അസ്സകാ, നിസ്കരിക്കരങ്ങ സകാത്ത് കൊടുക്കരങ്ങ. അതെ, കറക്റ്റ്. നല്ലവരായ മുഅ്മിനീങ്ങൾ അവർ നിങ്ങളെ സഹായികളും രക്ഷാധികാരികളുമാകുന്നു. ഓക്കേ, കറക്റ്റ്. അതെ, അല്ലാഹുരെ വിളിക്ക അല്ലാഹു അല്ലാത്തങ്ങളെ വിളിക്കാ ചൊന്നിട്ട് ഈ ആയത്രോ ദുർവ്യാഖ്യാനാക്കി സമൂഹത്തിന്. അല്ല, ഇപ്പൊ ആരാ ദുർവ്യാഖ്യാനാക്കിയത്? നിങ്ങളല്ലേ അർത്ഥം പറഞ്ഞത്. നിങ്ങൾ തന്നെയല്ലേ അർത്ഥം പറഞ്ഞത് രക്ഷാധികാരി എന്ന്, ഞങ്ങളല്ലല്ലോ. അപ്പോ അല്ലാഹും അവന്റെ റസൂലും മുഅ്മിനീങ്ങളും നിങ്ങളെ രക്ഷാധികാരികളാകുന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങളെ മേലിൽ എന്തിനാ കള വെച്ചിട്ടുന്നത് ദുർവ്യാഖ്യാനമെന്ന്? നിങ്ങളല്ലേ അർത്ഥം വെച്ചത് ഇപ്പോ. അപ്പോ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ പെട്ടതല്ലേ മൗലവി? 114 സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തിൽപ്പെട്ടതല്ലേ ഈ ആയത്ത്? 6600 ചില്ലാനം ആയത്തുകളിൽ ഒരു ആയത്തല്ലേ മൗലവി ഇത്? അപ്പൊ ഖുർആനിൽ വ്യക്തമായ തെളിവുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രസംഗിച്ചതിൽ തന്നെ മറുപടി പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി കേട്ടോ, ആ ആയത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളല്ല ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇമാം റാസി ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, നീതി പാലിക്കുന്ന ഏതൊരാളും മർക്കടമുഷ്ടി പക്ഷപാതിത്വം ഉപേക്ഷിക്കുന്ന ഏതൊരാളും ആയത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗത്തിൽ ചിന്തിക്കുന്ന ഏതൊരാളും
അയാൾ ഉറപ്പിച്ച് പറയും ബി അന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയുകുമുല്ലാഹ്, ഇന്നമാ വലിയുകുമുല്ലാഹ് എന്ന ആയത്തിൽ വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി, നിങ്ങളെ സഹായിക്കുന്ന ആള്, നിങ്ങളെ സ്നേഹിക്കുന്ന ആള് എന്നല്ലാതെ മറ്റൊന്നും അല്ല അതിന്റെ അർത്ഥം എന്ന് ഉറപ്പിച്ച് പറയുമെന്ന് പറയുന്നത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറു റാസില. ഞങ്ങളല്ല, നിങ്ങൾ തന്നെ അത് പറഞ്ഞു. അപ്പോ അല്ലാഹും അവന്റെ റസൂലും അതുപോലെ നല്ലവരായ മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിക്കാനുണ്ട്. അവർ നിങ്ങളെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കാം. യാ റസൂലല്ലാഹ് എന്ന് നമുക്ക് വിളിക്കാം. ബദരീങ്ങളെ നമുക്ക് വിളിക്കാം. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമുക്ക് വിളിക്കാം. കാരണം വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ എന്ന ഖുർആനിന്റെ ആയത്ത് തെളിവാണ്. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഇനിയോ അമ്പിയാക്കന്മാരെ ചരിത്രത്തിൽ എവിടാവട്ടെ അങ്ങനെ കഷ്ടത്തെ സന്ദർഭത്തിൽ അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ചിടാറില്ലേ? ഇതിനങ്ങ പഠിക്കണു. സഹാബത്ര കാലത്തില് എന്താവട്ടൊരു കഷ്ട ബന്നപ്പങ്ങ ആ നബിരാവട്ടെ നബിരെ മുതൽ കഴിഞ്ഞു പോയതായോ നല്ല ആൾമറങ്ങ് വിളിച്ചിടാറില്ലേ? ചർച്ചാവണോ? അത് പഠിക്കുക നിങ്ങൾ തയ്യാറാവണം. ഫസ്റ്റ് നിങ്ങൾ ഈ പഠിക്കാണ്ട് വന്നിട്ട് ബഗ്ലിണ്ട, മനസ്സിലായില്ലേ? ഇത് കാണ്ട കിതാബ് സ്വഹാബത്ത് കഷ്ട വന്ന ടൈമിലോ അള്ളാഹുവിന്റെ റസൂലിര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിര് ബിൽച്ചിത്ത് സഹായ കേട്ടാറാണ്ടല്ലേ നിങ്ങൾ കേക്കടോ? കേട്ടാറ്. അത് കേട്ടത് തെളിവ് ധാരാളം ഉണ്ടോ? ഇതാ ഇമാം അബൂബക്കർ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹിജ്റ 235 വഫാത്ത്. എത്ര? ഹിജ്റ 235. ഹദീസ് പണ്ഡിതനാണ്. മുസന്നഫ് എന്ന് പറയുന്ന ധാരാളം ഹദീസ് ഒരു ഗ്രന്ഥത്തിൽ രചിക്കുകയും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. ആ ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫ് അതിന്റെ 7-ാം വാള്യം 482 പേജ്. നിങ്ങളെ പോലെ ഏതെങ്കിലും ചീട്ട് വായിച്ചല്ല പറയുന്നത്, കിതാബ് നോക്കിറ്റാ പറയുന്നത്. ഉണ്ടോ? ഇല്ല എന്ന് നിഷേധിക്ക്. ഇങ്ങനൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ഈ സംഭവം ദുർബലമാണെന്ന് തെളിയിക്കാൻ ഒരു ഉമ്മ പെറ്റ മകൻ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഇങ്ങനൊരു സംഭവം ഇല്ല, ഇത് കളവാണ്, ഇത് ദുർബലമാണെന്ന് തെളിയിക്കാൻ ഉമ്മ പെറ്റൊരു മകനുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിച്ച മൗലവി അയാൾ ഈ അടുത്ത് എവിടെങ്കിലും പരിസരത്തിലുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവാ. സ്വബഹി വരെ ചർച്ച നടത്താൻ ഞാൻ തയ്യാറാ. മുന്നോട്ട് കൊണ്ടുവരി. അയാളുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരി. അയാൾ മുന്നിൽ വന്ന് സംസാരിക്കട്ടെ. അയാൾക്ക് മൈക്ക് കൊടുക്കാം ഇൻഷാ അല്ലാഹ് ചോദിക്കാൻ. അയാൾ വരട്ടെ. നിങ്ങൾക്ക് പരിസരത്തുണ്ടെങ്കിൽ ആ മൗലവിനെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതാ എന്താണ് സംഭവം? ജാഅ റജുലുൻ ഇലാ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാബൻ നാസ ഖഹത്തുൻ ഫീ സമനി ഉമറ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വലിയ ക്ഷാമം വന്നു. മഴയില്ല, തണ്ണിയില്ല, മഴയില്ല. ഫജാഅ റജുലുൻ ഇലാ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തണ്ണിയില്ലാത്ത സമയത്ത് കഷ്ടത്തെ സമയത്ത് അല്ലാത്തവരോട് കേട്ടാറാണ്ടല്ലേ കേക്കടേ? മരിച്ച ആൾമാരോട്ട് സഹായ കേട്ടാറാണ്ടല്ലേ കേട്ടെ? അതാ കഷ്ടത്തെ സമയ, തണ്ണില്ലാത്ത ടൈമു, മഴയില്ലാത്ത ടൈമു. ആ ടൈമുളു ഒരാള് ബണ്ട് ഇലാ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടത്തേക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക്. അല്ലാഹുവിട്ടത് വരക്കടല്ല, നബിയുടെ ഖബർ വിട്ട. ഫഖാല, എന്നിട്ട് അയാൾ ചൊല്ലു, യാ റസൂലല്ലാഹ്, നബിയെ വിളിക്കരുത്,
യാ റസൂലല്ലാഹ്, മരിച്ചുപോയ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് ചൊല്ലു, യാ റസൂലല്ലാഹ്. വഹാബിരക്ക് മരിച്ചുപോയ വഫാത്തായ ഒരാളെ യാ റസൂൽ വിളിച്ചെങ്കിൽ അയാൾ അപ്പ കാഫിറായി അല്ലേ? മരിച്ച ഒരാളെ വിളിക്കൂ തീരാണ്ടായി തീരും. ഓണ് നിസ്കാരത്തിൽ എത്ര വട്ട കാഫിറായിപ്പോ? നിസ്കാരത്തെ ഉൽഗത്തിലെ റസൂലുള്ളാഹിനെ വിളിക്കില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ വിളിച്ചിട്ടല്ലേ സലാം ചൊല്ലിയ നിസ്കാരത്തെ ഉൽഗത്തിൽ? ഏയ് നബി ഹയാത്തുണ്ട്. വഫാത്തായ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെ ഉൽഗത്തിൽ വിളിക്കടേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബി ആയിട്ടുള്ള ആളെ. ഇതൊക്കെ വഹാബിരങ്ങ് എന്താക്കിയാൽ കൊണ്ടുണ്ടാ ഞങ്ങളെ മദ്രസ ബുക്കുള്ളൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നൊരു തെല്ലു ബുദ്ധിന്റെ മക്കല്ലേ. അല്ല മൗലവി നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ മരിച്ചാലോ വിളിച്ചും കാഫറാവുണ്ടല്ലേ, പിന്നെ ഇവിടെ നിസ്കാരത്തെ ഉൽഗത്തിലെ യാ ഓ നബിയെ നിങ്ങൾക്ക് സലാം ചൊന്നും കാഫറാവില്ലേ? അപ്പൊ വഹാബി തലച്ചെലവാക്കി ഇത് മക്ക കേട്ടെങ്കിൽ ഞങ്ങളെ സംഗതി പോവും, ഇത് പീസ് പോവും. അതിക്ക് എന്താക്കി ഒന്നുണ്ട്, അർത്ഥമേ ചേഞ്ച് ആക്കി വിട്ടാറ്. അർത്ഥമേ ചേഞ്ച് ആക്കിയാറ് എന്തോന്നുണ്ടാ? ആ ബുക്കിനാ പോന്നിട്ടില്ല, ബുക്ക് കണ്ടിട്ടുണ്ട് കർണാടകത്തെ പഠിപ്പാട്ട ബുക്ക്. അർത്ഥം എങ്ങനെ കൊടുത്തെന്തുണ്ടാ? ഓ നബിയവരെ എന്ന് വിളിക്കുന്നതിന് പകരം നബിയവറ മേലെ രക്ഷയിറലീൻ, അറബിയിൽ ചൊല്ലുന്നു വേറെ, അർത്ഥം കൊടുക്കുന്നു വേറെ. അങ്ങനെ മദ്രർത്ഥ പ്രവാദിയോരെ മേലെ രക്ഷയിറലീൻ്റെ അർത്ഥം കൊടുത്തരേ. യഥാർത്ഥത്തിൽ അവിടെ ചൊന്ന അറബിയിൽ ചൊന്ന എങ്ങനെയല്ല, ഓ നബിയവരെ നിങ്ങളെ മേലിൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന അർത്ഥം കന്നഡത്തിൽ കൊടുക്കുമ്പോൾ ചൊന്ന അറബി തരില്ലേ മക്ക, അറബി തരിക അർത്ഥം വിൽക്കത്തില്ല. അപ്പൊ ഇങ്ങമല്ല ഇവിടെ എന്താക്കിയാറ്, ദുർവ്യാഖ്യാനാക്കിയാറ്. ഏതുപോലെ ഒന്നുണ്ട് എനിക്ക് വേണ്ടിനെ കാക്കട്ടെ. കേരളത്തില് ഇങ്ങനെ സീക്ക് ഒന്നല്ല ആയിരക്കണക്കിന് സീക്ക് ഉണ്ടെങ്കിൽ ഈ ഷെയ്ത്താന് ചൊല്ലത് ഇല്ലാണ്ട് ഒരു വിഭാഗവാദിക്കിടൽ. ഷെയ്ത്താന് ജിന്ന് ചൊന്നിട്ടൊന്നുമില്ല, ഞങ്ങളെ ഉപദ്രവം ഇല്ലാണ്ട് നാസ്തിക്കന്മാരെ പോലത്തെ വാദ. അപ്പൊ ഈ കക്കൂസ് പോകുമ്പോ ഒരു ദിക്റുണ്ടല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. എന്തൊരു അർത്ഥ? ഇവിടെ മുത്താലിമൊക്കെ അറിയൂ ശരിയേ എന്ത് പറഞ്ഞ ഖുബ്സിന്റെ അർത്ഥം? ആണ് പിശാച്ചിയും പെണ്ണ് പിശാച്ചിന്റെ ശരണ തൊട്ട് കാവല ചോദിക്കുന്നു. ഇത് എല്ലാ കിടാക്കൊക്കെ അറിയും. അപ്പോ ഈ ഹദീസിന് ഗണ്ടു പിശാച്ചി മത്തു ഹെണ്ണു പിശാച്ചി എന്ന് അർത്ഥം കൊടുത്താലോ ഓന്റെ തൗഹീദ് പൊളിഞ്ഞു പാളീസോ. അപ്പൊ ഈനെന്താക്കി വഹാബി അറിയോ? അർത്ഥം ചേഞ്ചാക്കി. എന്ത്? ആണു കൊതും പെണ്ണു കൊതുര ശരണ തൊട്ട് കാവൽ കേക്കടേ. ഹുബുസു ചെന്നെങ്കിൽ ആണ് കൊതു, ഖബായിസു ചെന്നെങ്കിൽ പെണ്ണു കൊതു. ഓണ 1000 വട്ട ദിക്ർ ചെന്നെങ്കിൽ കൊതു കുച്ചാണ്ടിക്കോ അവിടെ. അർത്ഥമേ ചേഞ്ചാക്കി വിട്ടാറ്. ഇതായിത്തിക്കടെ വഹാബിസം ചൊല്ലത്. ഞാൻ തമാശ ചൊല്ലല്ല, ഞങ്ങളെ ബുക്കിൽ അർത്ഥം കൊടുത്തത് ഞാൻ പോന്നിട്ടില്ല മാത്രം. എൻ്റെ കുത്തുബ് ഖാനിൽ ഞങ്ങളെ ഭണ്ഡാരമേ ഉണ്ട് ഞങ്ങളെ ബുക്കിടെ. ആണ് കൊതു പെണ്ണു കൊതു. അപ്പൊ അതേപോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നതിന് അർത്ഥം തപ്പിച്ചു കൊടുത്തു മദ്രസന്റെ ബുക്കിൽ. എന്നാ നോക്ക്, ഇയാള് വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഇസ്തസ്ഖി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. ഓ നബിയേ, തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ, അവർ നാശത്തിന്റെ വക്കിലാണ്, നശിക്കാൻ അടുത്തായിട്ടുണ്ട്, അതുകൊണ്ട് മഴ ചോദിക്കണോ. ആരൊട്ടി ചെന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി, അല്ലാഹൊട്ടിയല്ല. വഫാത്തായ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുട്ട വന്നിട്ട് നബിയെ വിളിക്കിട്. ആ വിളിക്കുന്ന ആൾ ആർക്കൊന്തുണ്ടാ? ബഹുമാനപ്പെട്ട സ്വഹാബി വര്യനായ ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ് ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് അള്ളാന്റെ റസൂലിനെ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. എന്തായി? ഫഅതർ റജുല ഫിൽ മനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു സ്വപ്നത്തിൽ. ആ മനുഷ്യന്റെ സ്വഹാബിന്റെ അരികിലേക്ക് സ്വപ്നത്തിൽ വന്നു. ഫഖീല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറയപ്പെടുന്നു, ഈതി ഉമർ, നിങ്ങൾ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് പോകണം. ഫഅഖരിഹു സലാമ മിന്നി, അദ്ദേഹത്തിന് പോയി എൻ്റെ ഒരു സലാം പറയണം. വഅഖ്ബിറുഹു, എന്നിട്ട് ഉമർ ഖത്താബിനോട് പറയണം, അന്നകും മുസ്ഖൗൻ, നിങ്ങൾക്ക് അടുത്ത് തന്നെ മഴ കിട്ടാൻ പോകുന്നു.
കണ്ടോ? ഇത് ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അസ്ൽ മുസന്നഫ് എന്ന ഗ്രന്ഥം, ലോക പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാ. ഈ മൗലവി ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു കഷ്ടത്തിന്റെ സമയത്ത് സ്വഹാബത്ത് നബിമാരെ വിളിച്ചിട്ടുണ്ടോ? ഇതാ വിളിച്ചതിന്റെ തെളിവാണ് ഉദ്ധരിച്ചത്. ഇല്ല എന്ന് പറയി, ഇത് നിഷേധിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആ മൗലവി പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും ഫോൺ വിളിച്ച് ഇവിടെ കൊണ്ടുപോവാ, നമുക്കൊന്ന് നേരിട്ട് ചോദിക്കാമല്ലോ, ചർച്ച ചെയ്യാമല്ലോ. ആ മൗലവിനെ കൊണ്ടുപോവാ, ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ നിങ്ങളെടുത്ത്, അദ്ദേഹത്തോട് ഫോൺ വിളിച്ചു കൊടുത്ത് വരുത്തി, ഉണ്ടോ ഇല്ലേ, ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലേ, ഹദീസ് ഗ്രന്ഥത്തിലുണ്ടോ ഇല്ലേ? നിഷേധിക്കാൻ കഴിയോ? കഷ്ടത്തിന്റെ സമയത്ത് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചു. ഈ ഹദീസ് അല്ലെങ്കിൽ ഈ അഥർ ഇമാം ഹാഫിദ് ഇബ്നു അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിന്റെ സനദ് സ്വഹീഹാൻ. ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു സനദ് സ്വഹീഹാൻ, ദുർബലമല്ല, വാറോലയല്ല. സുബ്ഹാനല്ലാഹ്. ഇതിനടുത്ത് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നൽ പിന്നെ അവന്റെ തലയിലുള്ളതായോ അല്ലാഹു അല്ലാത്ത യന്ത്രങ്ങളുണ്ട് അതിലെല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കണം. അപ്പ എനിക്കവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവൂ. അല്ല, അത് പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ആക്കണല്ലോ, അതുകൊണ്ട് മൂമിനാവൂല. പിന്നെയും ബാക്കിയുണ്ട് മൗലവി മുഹമ്മദ് റസൂലുള്ളാഹി എന്നും കൂടി പറയണോ? ഒന്നുകൂടി ഏൽപ്പിക്കുമോനെ, എന്താ പറയുന്നത്? ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നൽ പിന്നെ അവന്റെ തലയിലുള്ളതായോ അല്ലാഹു അല്ലാത്ത യന്ത്രങ്ങളുണ്ട് അതിലെല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കണം. സുബ്ഹാനല്ലാഹ്. മുസ്ലിമാവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാവോ? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണ്ടേ? അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഡിലീറ്റ് ആക്കണ പോലും. സുബ്ഹാന ജല്ല ജലാലു. ഇതാണോ പഠിപ്പിക്കുന്നത്? ഇവരാണോ ദീൻ പഠിപ്പിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ബാക്കി മുഴുവനും തലയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണോ? അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദാ. സ്വഹീഹുൽ ബുഖാരിയിലാണ്. അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അലം, അല്ലാഹും റസൂലിനാണ് അറിയാ. അപ്പൻ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കൽ കൊണ്ട് മാത്രമാണ്. അല്ലാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ കൊണ്ട് മാത്രമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാവോ? ഇല്ല, അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കിട്ടൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറയാതെ ഒരാൾക്ക് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പേ കിട്ടൂല. മൗലവി ഇയാൾ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ബാക്കി മുഴുവനും ഡിലീറ്റ് ചെയ്യണോ? അത് നിങ്ങൾക്കേ പറ്റൂ, മുസ്ലിമുകൾക്ക് പറ്റൂല. മനസ്സിലായില്ലേ? ഇതിനടുത്ത് അല്ലേ? അത് നമുക്ക് വ്യക്തമായി തങ്ങളെ അങ്ങ് പാടുമ്പോ സമയത്ത് നമുക്ക് കാണാം. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു ഫഅഗ്ത്നി വഅജിർനി യാ മുജീറൻ മിനസ് സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. അതേപോലെ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് അങ്ങ് തെരിപ്പാട്ടി കൊടുത്തത് അല്ലാഹു അല്ലാഹ് തങ്ങളൊಟ್ಟಿಗೆ കേക്കാച്ചൊಂತು ಪಡಿಪಾಟಿಯದು ಸಬಲು ಅಲ್ಲಾ ಏ ನಬಿಯೇ ನಾನು ಚೊಮ್ಮೆ ಕಷ್ಟ ಉಳ್ಳ ಚೊಮ್ಮೆ ತಾನು ತಪ್ಪಾಕಿರ ತಪ್ಪು ಚೊಲ್ற ஒரு வெஹிக்கல் ಐತಿಕ್ಕಿರ ನಾನು ಪತ್ತಿಟ್ಟು போண்டோ അതുകൊണ്ടു നീங்க എന്താക്കണോ ನಾನು ಹಾಕಿದಾಯಿ ತಪ್ಪೆಲ್ಲಂ ನಕ್ಕೆ ನೀங்க ಮಾಫಾಕಿ ತರ್ರು ಚೊಂದಿಟ್ಟು ನಬಿ ಸല്ലല്ലാഹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಟ್ಟಿಗೆ ಚೊಲ್றದಾಯೋ ഒരു ಪರಿಸ್ಥಿತಿ ಈ ರಾಯತುಲ್ ಆಲ್ಮಾರ್ಗೆ ಸಮಜಾದೆ ഇല്ല മൗലവി, അങ്ങനെ അതിന് അർത്ഥമില്ല. അത് തെറ്റാണ്. ആൺകുട്ടിയാണെങ്കിൽ എന്റെ മുന്നിൽ വന്നിട്ട് ഏത് പദത്തിന്റെ അർത്ഥാണ് നിങ്ങൾ വെച്ചതെന്ന് പറയോ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി.
അറബി അറിയാത്ത സാധാരണക്കാരെ എങ്ങനെയാണ് ഇവിടെ കൊരങ്ങാക്കുന്നത്, മങ്കാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാത്ത അർത്ഥമാണ് ഈ മൗലവി ബൈത്തിന് കൊടുത്തത്. ഈ മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം എന്റെ മുന്നിൽ വെച്ച് തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ പറഞ്ഞ അർത്ഥം ഏത് പദത്തിന്റെ അർത്ഥമാണ്? ലക അഷ്കൂ ഫീഹിയാ സയ്യിദി ഖൈറൻ നബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് തെറ്റായ അർത്ഥം പറഞ്ഞിട്ടില്ലേ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്? നിങ്ങൾക്ക് എന്തിനു വേണം ഈ ഒരു പണി? ഈ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് കാഫിറാക്കാതെ വറക്കി കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഈ കാണുന്ന സുബഹി നിസ്കാരം മുതൽക്ക് രാത്രി ഇശാ നിസ്കാരം വരെ ഫർള് നിസ്കരിക്കുകയും അതിൻ്റെ ഇടയിലുള്ള സർവ്വ സുന്നത്ത് നിസ്കാരങ്ങളും പാതിരാ സമയത്ത് എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന, അതേ ഖുർആൻ ഓതുന്ന, പരിശുദ്ധ റമളാനിൽ ധാരാളം ഖത്മുകൾ പൂർത്തിയാക്കുന്ന ഈ മുഅ്മിനീങ്ങളെ കാഫിറാക്കാതെ നിങ്ങൾക്ക് വറക്ക് കിട്ടുന്നില്ലല്ലോ. എന്തിനാണോ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ആളുകളെ ചതിക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? ഇർതകബതു അലൽ ഖതാ, ഞാൻ കുറ്റത്തിന്റെ മേലെ കയറിയിരിക്കുന്നു. ഗൈറ ഹസ്രിൻ വഅദദ്, അതേ ക്ലിപ്തമില്ലാത്ത നിലക്കുള്ള കുറ്റങ്ങള്, എണ്ണമില്ലാത്ത നിലക്കുള്ള കുറ്റങ്ങള്, അതിന്റെ മേലെ ഞാൻ കയറിയിട്ടുണ്ട്, അഥവാ ധാരാളം കുറ്റം ചെയ്തിട്ടുണ്ട്. ലക നബിയേ തങ്ങളോട് അഷ്കൂ, ഞാൻ ആവലാതി പറയുന്നു. ശകാ യഷ്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ കംപ്ലൈന്റ് പറയുന്നു, ഞാൻ എൻ്റെ ആവലാതി സങ്കടം രേഖപ്പെടുത്തുന്നു. ഫീഹി, ഞാൻ ചെയ്ത കുറ്റത്തിന്റെ കാര്യത്തിൽ എൻ്റെ സങ്കടം, എൻ്റെ ബേജാറ്, എൻ്റെ ആവലാതി തങ്ങളോട് പറയുന്നു. അതാണ് അതിനർത്ഥം. തങ്ങൾ പുറത്തരണേന്ന് അതിലില്ല. എവിടെ മൗലവി ഏതിന്റെ അർത്ഥാണ് തങ്ങൾ പുറത്തരണേന്ന് പറഞ്ഞത്? ഏത് വാക്കിന്റെ അർത്ഥമാണ് തങ്ങളെ എന്റെ ദോഷങ്ങൾ പുറത്തരണം എന്ന് മാഫാക്കണം എന്ന് ഏത് വാക്കിന്റെ അർത്ഥാണ്? അത് പറയ്. ഇല്ലാത്ത അർത്ഥം വെക്കുക. ലക അഷ്കൂ, ഞാൻ ആവലാതി പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ കുറ്റം അല്ലാഹു തആല പുറത്തു തരാൻ തങ്ങൾ എനിക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യണം നബിയേ. തങ്ങൾ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഷാഫിയും മുസഫവും അല്ലേ? ഷാഫിയും മുസഫവുമായ ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അത് സ്വഹാബത്ത് വരെ നബിയോട് ശഫാഅത്ത് ചോദിച്ചിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പാടുന്ന പാട്ടതാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅമൂനുൻ അലാ കുല്ലി ഗായിബി. അല്ലാഹുവേ, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് അല്ലാഹു അല്ലാതെ റബ്ബില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നക മഅമൂനുൻ അലാ കുല്ലി ഗായിബി, എല്ലാം മറഞ്ഞ കാര്യത്തിന്റെ മേലിലും തങ്ങൾ നിർഭയസ്ഥനാണ്, ഒരു പേടിയുമില്ലാത്ത ആളാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നൽ അക്രമീനൽ ലതായിബി. അല്ലാഹുവിലേക്ക് വസീലയാൽ ഏറ്റവും അടുത്ത ആള് തങ്ങളാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വസീലയാക്കാൻ ഏറ്റവും അടുത്ത ആള് തങ്ങളാണ്. ഫമുർനാ ബിമാ യഅതീക യാ ഖൈറ മൻ മശാ വഇൻ കാന ഫീമാ ജാഅ ശൈബു ദവായിബി. അല്ലാഹു അങ്ങയോട് എന്താണോ കൽപ്പിക്കുന്നത് അത് ഞങ്ങളോട് കൽപ്പിച്ചോളൂ നബിയേ. അത് സ്വീകരിക്കാൻ അനുസരിക്കാൻ ഞങ്ങൾ റെഡിയാണ്
നബിയേ, ഞങ്ങളുടെ മുടി വെളുത്ത് നരച്ചു പോയാലും സമമാണ്, ഞങ്ങളൊക്കെ അതിനനുസരിക്കാൻ തയ്യാറാ. എന്നിട്ട് സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയാ, ഓ കുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി സിവാക ബിമുഗ്നിൻ സവാദ് ബിൻ ഖാരിബി വ കുല്ലി ശഫീഅ, ഓ നബിയേ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ, ഞങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ തങ്ങൾ ശഫാഅത്ത് ചെയ്യണേ, സ്വർഗത്തിലേക്കൊന്ന് പ്രവേശനം കിട്ടാൻ തങ്ങൾ ശഫാഅത്ത് ചെയ്യണേ. ആരോടാ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. സവാദ് ബിൻ ഖാരിബ് വഹാബിയാണെങ്കിൽ റസൂലുള്ളാഹി സിർക്ക് എന്ന് പറയണം അല്ലേ? നബിയോട് റെക്കമെൻഡ് ശഫാഅത്ത് ചോദിച്ചില്ലേ? ശിർക്കാണോടോ മൗലവി? ഇത് കളവാണോ? ഈ സംഭവം ഏതെല്ലാം കിതാബിലാ ഉള്ളത്? ഫഫരിഹ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ബേജാറായതല്ല, ഭയങ്കരമായ സന്തോഷമായി. വഅസ്ഹാബുഹു, സ്വഹാബത്തു സന്തോഷിച്ചു. ബി ഇസ്ലാമി, എന്റെ ഇസ്ലാം കൊണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആ സവാദ് ബിൻ ഖാരിബ് ഇത് പാടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് ശിർക്കാണെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടുമോ? കാഫിറാവൂലേ? സ്വഹാബത്തിന്റെ മുഖത്തിൽ മുഴുവനും സ്വഹാബികളുടെ മുഖത്തും സന്തോഷം കാണുന്നു. എണീച്ച് ചാടി സവാദ് ബിൻ ഖാരിബിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറയുന്നു, ഈ പാട്ടുകൾ, ഈ വാക്കുകൾ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ. ഇമാം തബ്രാനി മുഅ്ജമുൽ കബീർ 7-ാം വാള്യം 92, ഇമാം ഹാക്കിം മുസ്തദറക് 3-ാം വാള്യം 704, ഇമാം അബൂ യഅല തന്റെ മുഅ്ജം 1-ാം വാള്യം 263, ഇമാം അസ്ബഹാനി ദലായിലുൻ നുബുവ 1-ാം വാള്യം 132, ഇമാം അബൂ നുഐം മഅരിഫത്തു സഹാബ 10-ാം വാള്യം 74, ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ 2-ാം വാള്യം 251, ഇമാം സുയൂത്തി ഖസായിസുൽ കുബറ. 100 കണക്കിൽ കിതാബിന്റെ ലിസ്റ്റ് വായിക്കാനുണ്ട്, ഒന്നോ രണ്ടോ അല്ല. അതാണ് ഇർതകബതു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. നബിയെ എൻ്റെ ദോഷം പുറത്തു തരണം എന്നല്ല അതിൻ്റെ അർത്ഥം മൗലവി. എൻ്റെ ദോഷം അള്ളാഹു പുറത്തു തരാൻ തങ്ങൾ എനിക്ക് വേണ്ടി പടച്ചവനോട് ശഫാഅത്ത് ചെയ്യണേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനിയെങ്കിലും നാട്ടുകാരെ കുരങ്ങാക്കണ്ട ദുർവ്യാഖ്യാനം നടത്തിയിട്ട്. ഇതിനടുത്ത്